ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. കർണാടകയിലെ ശിരൂരിൽ ഒരു മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല. കാലിൽ വല കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് 4 ദിവസം മുൻപ് മത്സ്യത്തൊഴിലാളി കാണാതായിരുന്നു എന്നൊരു വിവരമുണ്ട്. മൃതദേഹം കരക്കെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ എ ചേരുകയാണ്. നിഖിൽ, ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ തീർച്ചയായും ആവശ്യമുണ്ട്. DNA ടെസ്റ്റ് ഒക്കെ നടത്തിയാൽ മാത്രമേ നമുക്കിത് ആരുടെ മൃതദേഹം എന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ടോ? നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അതിന് സൂചിപ്പിച്ചതുപോലെ DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമാവും ഇത് ആരുടെ മൃതദേഹം എന്ന് കണ്ടെത്താനാവുക. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശിരൂർ ദുരന്തത്തിൽ കാണാതായ 3 പേരെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്, അർജുൻ ഉൾപ്പെടെ. ഇവരിൽ ആരുടേതെങ്കിലും ആണോ ഈ മൃതദേഹം എന്ന് കണ്ടെത്താൻ DNA പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം ഈ മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ട മൃതദേഹം കരയ്ക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ കടലിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയതായി പോലീസിനെ അറിയിക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് കടലിനുള്ളിൽ ഈ മൃതദേഹം ഉള്ളതെന്നാണ് അവർ ആ സമയത്ത് ലഭിച്ച വിവരം. കടൽ ഇപ്പോൾ വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണെന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ബോട്ടുകളിൽ എത്തി പരിശോധന നടത്തുന്നതിന് ചെറിയ തടസ്സം നേരിടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ കടലിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീർണിച്ച നിലയിലുള്ള മൃതദേഹമാണ് എന്നതിനാൽ തന്നെ ഒരു കാരണവശാലും നമുക്ക് പ്രാഥമികമായ ഒരു നിരീക്ഷണത്തിലൂടെ അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ DNA പരിശോധനയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. മാത്രമല്ല അർജുന്റെ കുടുംബവും ഇത് ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹം DNA പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുന്റെ സഹോദരന്റെ DNA സാമ്പിളുകൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയുള്ള പരിശോധനകളിലേക്കാണ് കടക്കുക. പക്ഷേ പ്രാഥമികമായ പ്രവൃത്തി അവിടെ ചെയ്യേണ്ടത് ഈ മൃതദേഹം കരയ്ക്കെത്തിക്കുക എന്നുള്ളതാണ്. അതിന് ചെറിയ തടസ്സം ഇപ്പോൾ നേരിടുന്നു. ഈ മൃതദേഹം ഒഴുകി നടക്കുന്നതിനാൽ തന്നെ അത് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തിയതിന് ശേഷം അത് കരയിലേക്ക് എത്തിക്കണം. അത് കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. ഈശ്വർ മാൽപെ ഉൾപ്പെടെയുള്ള ആളുകൾക്കും മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപെ ഉൾപ്പെടെയുള്ള ആളുകളും ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അദ്ദേഹം നേരിട്ടെത്തി മൃതദേഹം പരിശോധിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ അർജുന്റേതാണോ മൃതദേഹം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശിരൂർ ദുരന്തത്തിൽ കാണാതായ അർജുന്റെ കൂടെ കാണാതായ മറ്റ് 2 പേരുണ്ട്, അവരുടേതാണോ തുടങ്ങിയ പരിശോധനകൾ എന്തായാലും നടക്കും. അതിനുമപ്പുറത്തേക്ക് 4 ദിവസം മുൻപ് ഈ മൃതദേഹം കണ്ടെത്തിയ കടലിനോട് ചേർന്ന് ആ തീരത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. ആ മത്സ്യത്തൊഴിലാളിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അദ്ദേഹത്തിന്റെ മൃതദേഹമാണോ എന്ന തരത്തിലുള്ള അന്വേഷണവും ഇപ്പോൾ ഏതായാലും നടക്കുന്നുണ്ട്. ഈ കാലിൽ വല കുടുങ്ങിയ നിലയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി മത്സ്യത്തൊഴിലാളികൾ ഈ മൃതദേഹം കാണുന്നത്. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്നാണ് പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത്. ഈ മൃതദേഹം കരക്കെത്തിച്ച് DNA പരിശോധനകൾ ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കും. ഏതായാലും പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ള ഒരു വിവരം. അതാണ്. മറ്റെല്ലാം വിവരങ്ങളും പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ലഭിക്കുക. ഏതായാലും ഊർജിതമായ ശ്രമങ്ങൾ തന്നെയാണ് ആ മൃതദേഹം കടലിൽ കണ്ടെത്തി പിന്നീട് കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നടക്കുന്നത്. ആതിര, നിഖിൽ, ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോൾ ഈശ്വർ മാൽപയും അതേപോലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവരെത്തിച്ചേർന്നിട്ടുണ്ടോ? അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം ഉൾക്കടലിലായതിനാൽ തന്നെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെയുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കടൽ ഇന്ന് വളരെ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ബോട്ടുകളിൽ കടലിലേക്ക് പോകുന്നതിന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വേഗതയിൽ പോകാൻ കഴിയുന്നില്ല എന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എങ്കിലും ഒരു ബോട്ടിൽ ഇപ്പോൾ അങ്ങോട്ട് ഉദ്യോഗസ്ഥർ പുറപ്പെട്ടിട്ടുണ്ട്. ഈശ്വർ മാൽപെ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈശ്വർ മാൽപെ എന്തായാലും അങ്ങോട്ട് പോയി നേരിട്ട് പരിശോധന നടത്തുമെന്ന് അദ്ദേഹം തന്നെ അറിയിച്ചതാണ്. ഇക്കാര്യത്തിൽ ഉള്ള ഒരു വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും പോലീസ് സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടു എന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ച ആ കടലിലെ ആ പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ശരി നിഖിൽ.
ഷിരൂരിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ അപകട സ്ഥലത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ മാറി കടൽ തീരത്താണ് മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയിരിക്കുന്നത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയ നിലയിലാണ് ശവശരീരം. ഇത് ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായി ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമേ ആരുടെ മൃതദേഹം എന്നുള്ളതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഔദ്യോഗിക സംഘം അവിടെ ഉടൻ തന്നെ എത്തിച്ചേരും. വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ.